എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും UK-യിൽ നിയമമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്കാർ ഉൾപ്പെടെ വിദേശികൾക്ക് ഒരുപാട് തിരിച്ചടി നൽകുന്ന രീതിയിലുള്ള നിയമമാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ILR ലഭിക്കുവാനായി 10 വർഷം കാത്തിരിക്കണം എന്നുള്ള പുതിയ നിയമം പാസ്സാക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ കെയറർ വിസ നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പുതിയ നിയമമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2 കൊല്ലം മുൻപ് ഒരു മാസം 18,300 കെയർ വിസ അനുവദിച്ചിടത്ത് കഴിഞ്ഞ മാസം കൊടുത്തത് 1,700 വിസകൾ മാത്രമാണ്. സ്റ്റുഡൻറ്റ് വിസ 10% കുറഞ്ഞപ്പോൾ സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡ് വിസ എണ്ണം കുത്തനെ ഇടിഞ്ഞു. UK നൽകുന്ന വിസയുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. റീഫോം UK ഇഫക്റ്റ് ഇതിനോടകം തന്നെ ഭരണകക്ഷിയെയും പ്രധാന പ്രതിപക്ഷത്തെയും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി നിയമങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിനെ കുറിച്ച് ഇപ്പോൾ ഇരു കക്ഷികളും തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ബ്രിട്ടൻ അനുവദിച്ച വിസകളുടെ ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. കെയർ വർക്കർ വിസയിൽ കുത്തനെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 2022 ഫെബ്രുവരിക്ക് 2023 ഓഗസ്റ്റിനുമിടയിൽ പ്രതിമാസം ലഭിക്കുന്ന കെയർ വിസക്കാരുടെ എണ്ണം 4,100-ൽ നിന്നും 18,300-ൽ എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം വിദേശ കെയർ വർക്കറെ റിക്രൂട്ട് ചെയ്യുന്നതിൽ കർശന സമീപനം സർക്കാർ സ്വീകരിച്ചു. തൊഴിലുടമകൾ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം പൂർത്തിയാക്കാത്ത നിരവധി പേർക്ക് സ്പോൺസർഡ് ലൈസൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതോടെ ബ്രിട്ടനിലേക്കുള്ള വിദേശ കെയർ വർക്കർമാരുടെ ഒഴുക്കും കുറഞ്ഞു. 2025 ഏപ്രിൽ ഇവിടെ എത്തിയത് 1,700 കെയർ വർക്കർമാർ മാത്രമാണ്. കെയർ വർക്കർമാർക്ക് മാത്രമുള്ള ആശ്രിത വിസയിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതേസമയം സ്കിൽഡ് വർക്ക് വിസയിൽ അപേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകാതെ തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2022 ജനുവരിക്കും 2024 മാർച്ചിനുമിടയിൽ പ്രതിമാസം ശരാശരി 6,000 അപേക്ഷകളാണ് സ്കിൽഡ് വർക്ക് വിസയ്ക്കായി ലഭിച്ചതെങ്കിൽ 2025-ൽ 3,500 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. കെയർ വർക്കർ വിസയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ കാര്യമായ കുറവുണ്ടായില്ല എന്നത് ബോധ്യം സർക്കാരിന് ഉണ്ട്. യൂത്ത് മൊബിലിറ്റി സ്കീം, സീസണൽ വർക്കർ റൂട്ട് തുടങ്ങിയ താത്കാലിക വർക്ക് വിസയുടെ കാര്യത്തിലും ഏതാണ്ട് മാറ്റമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിൽ 10% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 2025 അവസാനിച്ച ഒരു വർഷത്തിൽ ലഭിച്ച സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള 4,22,200 അപേക്ഷകളാണ്. അതേസമയം സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡ് വിസയുടെ കാര്യത്തിൽ 87% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിൽ വരുത്തിയ നിയന്ത്രണങ്ങളുടെ ഫലമാണിത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് കോഴ്സുകൾക്കായി വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇപ്പോൾ ആശ്രിതരെ കൊണ്ടുവരുവാൻ സാഹചര്യം ഉള്ളൂ. കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള ഫാമിലി വിസയ്ക്കുള്ള വരുമാന പകുതി ഉയർത്തിയതോടെ ഫാമിലി വിസയുടെ കാര്യത്തിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. 2023 ഡിസംബർ മുതൽ ഈ വരുമാന പരിധി നിലവിൽ വന്ന ഏപ്രിൽ 2024 വരെ പ്രതിമാസം ഫാമിലി വിസ അപേക്ഷകരുടെ എണ്ണം 7,500-ൽ നിന്നും 12,700-ആയി വർദ്ധിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം 2024 മെയ് മാസത്തിൽ ഇത് 6,900-ആയി കുറഞ്ഞു. കഴിഞ്ഞ മാസം 7,100-ആയി വർദ്ധിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ വിസ നിയന്ത്രണത്തിലൂടെ പല നിയമമാറ്റങ്ങളിലൂടെയും UK-യിൽ ഇപ്പോൾ വിസ നൽകുന്നതിൽ വളരെ അധികം സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് കുടിയേറ്റത്തെ തടയുന്ന രീതിയിലേക്ക് UK ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെ ആകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും വരുന്ന നിയമമാറ്റങ്ങളെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.